വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ സമയവും നമുക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. 1 മിനിറ്റൊക്കെ മതി ഇത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓട്സ് പാൻകേക്ക് ആണ്. പഴവും ഓട്സുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാൻ 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓട്സ് ഉണ്ടാക്കുന്ന ആ ഒരു ഓട്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചിക്കുട്ട ബനാന, നമ്മളെ നാട്ടിൽ പറയുന്ന റോബസ്റ്റ ബനാന ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം 2 ചെറിയ പഴം എടുക്കാം. നമ്മൾ സാധാരണ ചെറുപഴമില്ലേ, അതെടുക്കാം. ഈ പഴം നമുക്കൊന്ന് മിക്സിയുടെ ഒരു മീഡിയം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പഴുത്ത പഴമാവണം. അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക. ഒരു വലിയ കോഴിമുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഹണി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ആ ഒരു പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയിലാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഏകദേശം ഒരു ദോശമാവിൻ്റെ പാകത്തിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ ദോശമാവിൻ്റെ പാകത്തിലേക്ക് ആയി കിട്ടും. ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത്. ഞാൻ അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്പൂണൊന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ഇതുപോലെ ചെറുതാക്കിയിട്ട് കുട്ടി ദോശയൊക്കെ ചുടൂലേ, അതുപോലെ അങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൻ്റെ ഇടയിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം വെച്ചാൽ കാണാൻ പറ്റും ഇതുപോലെ ഹോൾസ് വരുന്നത്. ഇങ്ങനെ ഹോൾസ് വരുന്നത് ഏകദേശം സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാം, എന്നിട്ട് കുക്ക് ചെയ്യാം. ഇത് കുക്ക് ചെയ്യാനൊന്നും ഒരുപാട് സമയം എടുക്കില്ല, 1 മിനിറ്റ് മാത്രം മതി ഇത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സ് ആണ്, അതായത് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഓട്സ് ആണ്. അതുപോലെ തന്നെ അത് അരച്ചിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വേഗം തന്നെ കുക്കാവും. അപ്പോൾ ഏകദേശം ഹോളൊക്കെ നിറച്ചും വന്നിട്ടുണ്ട്. ഞാനിത് മറിച്ചിടാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ ഓയിലോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഹണി ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണ്, ആ പഴത്തിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. കൂടുതൽ സമയം വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളിത് മറിച്ചിടണം. ഞാൻ പറഞ്ഞല്ലോ ഒരു 30 മുതൽ 40 സെക്കൻഡ് അത്രേ വേണ്ടി വരുള്ളൂ ഈ ഒരു സൈഡ് ബ്രൗൺ ആയി കിട്ടാനായിട്ട്. മറ്റേ സൈഡും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ കേക്ക് അടുപ്പത്തു നിന്ന് എടുത്ത് കളയാം. ഇത്രയേ ഉള്ളൂ പരിപാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നോക്കണം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. കുട്ടികൾക്ക് വരെ ഇഷ്ടമാണ്. എൻ്റെ ചെറിയ മോക്ക് 4 വയസ്സുള്ള മോള് വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഹണി ഒഴിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒന്നും കൂടി ഇഷ്ടമാണ് കഴിക്കാൻ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. കാരണം എല്ലാം ഡയറ്റിൽ വരുന്ന സംഭവം തന്നെയാണ്, വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ഓട്സ് ഉണ്ടാക്കുന്ന സമയം പോലും ഇതിന് എടുക്കില്ല. എല്ലാവരും ട്രൈ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.